കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 5th സെമസ്റ്റർ എക്സാംസ് നവംബർ 5th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രോബ്ലം പേപ്പേഴ്സിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നമ്പർ 1 ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ്, നമ്പർ 2 അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ്. ഈ ഒരു വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏതൊക്കെയാണ് essay ചാപ്റ്റേഴ്സ്, ദെൻ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ജസ്റ്റ് ഒന്ന് പാസ് ആകണമെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മൾ ബികോം BBA സ്റ്റുഡൻസിന് എല്ലാ സെമസ്റ്ററിലെയും പ്രോബ്ലം പേപ്പേഴ്സ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. 5th സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് ബികോം സ്റ്റുഡൻസിന് അവൈലബിൾ ആണ്. ഇൻകം ടാക്സ്, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. BBA സ്റ്റുഡൻസിന്റെ ഇൻകം ടാക്സും അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ ദിസ് ഇസ് കിരൺ CS. Once again, welcome back to KCS classes. സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് ആസ് യൂഷ്വൽ 5 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വായിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്. ബട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളെ ചോദിക്കുന്ന ആ ചോദ്യത്തിനുള്ള മറുപടി ആദ്യം തന്നെ നൽകാണ്. പാസ് ആകണമെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ചങ്ക് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ പറയാനുള്ള ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന മൊഡ്യൂൾസ് എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 3, അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 5. ഈ 2 മൊഡ്യൂൾസിൻ്റെ പ്രത്യേകത വളരെ ഈസിയാണ്. ഉള്ള ഏരിയാസിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്കൊന്ന് പാസ്സാകണമെങ്കിൽ മൊഡ്യൂൾ നമ്പർ 3യും മൊഡ്യൂൾ നമ്പർ 5ഉം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ചങ്ക് ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ നമ്പർ 1, 3, 5 ഈ 3 മൊഡ്യൂൾസ് ആണ് ചങ്ക് ചാപ്റ്റേഴ്സ്. എന്താ ചങ്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ചാപ്റ്റേഴ്സ് ഈ 3ആണ്. essay ചോദ്യങ്ങളാവട്ടെ, പാർട്ട് A, പാർട്ട് B ചോദ്യങ്ങൾ, 3 പാർട്ടുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ 3 മൊഡ്യൂൾസിൽ നിന്നാണ്. ദെൻ ഞാൻ പറഞ്ഞു ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മൊഡ്യൂൾ നമ്പർ 3യും മൊഡ്യൂൾ നമ്പർ 5ഉം എന്തായാലും നോക്കി പോകുക. ഇതിൻ്റെ പ്രത്യേകത ഉള്ള ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ മുഴുവൻ വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ നമ്പർ 3 അവിടെ ഡാറ്റ കളക്ഷൻ ആണ്. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രോബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ്, ഇങ്ങനെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മൊഡ്യൂൾ നമ്പർ 3. അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 5 എന്ന് പറയുന്നത് റിസർച്ച് റിപ്പോർട്ടാണ്. ഉള്ള ഏരിയാസിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ ഈ 2 മൊഡ്യൂൾസ് നോക്കിയാൽ തന്നെ നിങ്ങൾ പാസ്സാകും. പാസ്സാകലല്ല, അതിനേക്കാൾ കൂടുതൽ ലഭിക്കും. 2 essay, പാർട്ട് ബിയിലുള്ള ഒരു 3-4 ചോദ്യങ്ങൾ, 3 4 എന്തായാലും കിട്ടും. പാർട്ട് എയിൽ എന്തായാലും ഒരു 5-6 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാനും അതിനേക്കാൾ കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന 2 മൊഡ്യൂൾസ് ഇതാണ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ essay ചാപ്റ്റേഴ്സ് ആണെങ്കിലും ഇതൊക്കെയാണ് മെയിനായിട്ട്. ഏത് ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്ന് എന്തായാലും ഒരു essay ഉണ്ടായിരിക്കും. മൊഡ്യൂൾ നമ്പർ 5ൽ നിന്ന് എന്തായാലും ഒരു essay ഉണ്ടായിരിക്കും. 4 ഉണ്ടായിരിക്കും. അപ്പോൾ മിക്കതും ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് ഇടും. മൊഡ്യൂൾ നമ്പർ 3, 4, 5 ഇതിൽ നിന്നാണ് സാധാരണ essay കൂടുതൽ കണ്ടുവരാറ്. ഒരെണ്ണം ഒഴിച്ച് ബാക്കി 4 മൊഡ്യൂൾസിൽ നിന്നും ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമുക്കിനി 1 by 1 ആയിട്ട് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ ബേസിക്സ് ആണ് റിസർച്ചിനെ പറ്റിയുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. എന്നാലും നമ്മൾ പിക്ക് ചെയ്ത് പഠിച്ചു പോകണം. ഓക്കെ, ബേസിക്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ റിസർച്ച് എന്താണ് നോക്കി വയ്ക്കുക. 2 മാർക്സിന് എന്തായാലും വരാം. ദെൻ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും ചിലപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാം. നിർബന്ധമായി നോക്കുക. ദെൻ ബിസിനസ് റിസർച്ച് എന്താണ് 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം, നോക്കി വയ്ക്കണം. ദെൻ അതിനുശേഷം ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാം, എന്തായാലും നോക്കി വയ്ക്കുക. 5 മാർക്സിൻ്റെ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്
ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച്, ദെൻ ക്രൈറ്റീരിയ ഓഫ് ഗുഡ് റിസർച്ച്, പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് റിസർച്ച്. ഇങ്ങനെ ഒരു 3-4 ടോപ്പിക്സ് കാണാം. ഇതിലേതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ പലപ്പോഴും കാണാറുള്ളതാണ്. സ്കിപ്പ് ചെയ്യരുത്, ബേസിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് റിസർച്ച് പ്രോസസ് ആണ്. എസ്സേ ടോപ്പിക്കാണത്. ബട്ട് അത് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ നമ്മൾ കണ്ടുവന്നിട്ടുള്ളൂ. റിസർച്ച് പ്രോസസ്സ് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിസർച്ച് പ്രോസസ്സിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി വരും ചാപ്റ്റേഴ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ റിസർച്ച് പ്രോസസ്സ് നല്ല രീതിയിൽ പഠിച്ചാൽ നമ്മൾ ഈ സബ്ജക്റ്റ് പ്രോപ്പറായിട്ട് പഠിച്ചു എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. അപ്പോൾ റിസർച്ച് പ്രോസസ്സ് ഒരു എസ്സേ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാം. അതിൽ ആദ്യം തന്നെ ഫോർമുലേറ്റിംഗ് ദി റിസർച്ച് പ്രോബ്ലം. എന്താണ് റിസർച്ച് പ്രോബ്ലം? അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും വരാറുള്ളതാണ്. അതിനുശേഷം ലിറ്ററേച്ചർ സർവേനെ പറ്റിയിട്ടാണ് രണ്ടാമത്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ പറ്റിയിട്ട് 2 മാർക്സിൻ്റെ പലപ്പോഴും വരാറുണ്ട്. ചില സമയത്ത് അത് 5 മാർക്കിൻ്റെയും വരാറുണ്ട്. അപ്പോൾ ഈ ഒരു എസ്സേ നല്ല രീതിയിൽ പഠിച്ചാൽ ഇത് മറ്റ് പാർട്ടിലെ ചോദ്യങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ അതിനുശേഷം ഹൈപ്പോത്തസിസിനെ പറ്റിയിട്ട് 2 മാർക്സിൻ്റെ പലപ്പോഴും വരാറുള്ളതാണ്. അപ്പോൾ ഈ എസ്സേക്കും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സെപ്പറേറ്റ് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ദെൻ റിസർച്ച് ഡിസൈൻ നെക്സ്റ്റ് ചാപ്റ്റർ ആണത്. ദെൻ സാമ്പിൾ ഡിസൈൻ അത് നമുക്ക് 3ാമത്തെ മൊഡ്യൂളിൽ കാണാനുള്ളതാണ്. അതുപോലെ തന്നെ കളക്ടിങ് ദി ഡാറ്റ, എക്സിക്യൂഷൻ ഓഫ് പ്രോജക്റ്റ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിനെ പറ്റിയിട്ട് കാണാം. അതിൽ പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്. ഇതാണ് നമുക്ക് റിസർച്ച് പ്രോസസ്സിൻ്റെ പല സ്റ്റേജസ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ളൊരു ഗുണം എസ്സേക്ക് ഇട്ടിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും റിപ്പീറ്റായിട്ട് 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്. റിസർച്ച് പ്രോബ്ലം, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, റിസർച്ച് റിപ്പോർട്ടൊക്കെ നമുക്കിനി പിന്നെ മറ്റ് ചാപ്റ്ററുകളിൽ കാണാനുണ്ട്. സാമ്പിൾ ഡിസൈൻ, റിസർച്ച് ഡിസൈൻ, ഇതൊക്കെ കേട്ടോ. സോ ഈ രീതിയിൽ ഒരു അപ്രോച്ച് റിസർച്ച് പ്രോസസ്സിന് കൊടുക്കുക. എസ്സേക്ക് വന്നാൽ എഴുതാം. ദെൻ നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ റിസർച്ച് പ്രോബ്ലത്തിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് വരുന്നതാണ്. ഞാൻ പറഞ്ഞു 2 മാർക്കിലും 5 മാർക്കിലും വരാറുള്ളതാണ്. റിസർച്ച് പ്രോബ്ലം എന്താണ്? റിക്വസിറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് റിസർച്ച് പ്രോബ്ലം നോക്കി വെക്കണം. 5 മാർക്കിൽ പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് വാരിയബിൾസ് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസ്. അത് ഇനി മറ്റ് ചാപ്റ്ററുകളിൽ കാണാനുള്ളതാണ്. വാരിയബിൾസിനെ പറ്റിയിട്ട് എന്താണ് വാരിയബിൾസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസ് 2 മാർക്കിൽ വരാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്താണ്? ഡിപെൻഡൻറ്റ് വാരിയബിൾ എന്താണ്? എക്സ്ട്രേനിയസ് വാരിയബിൾ എന്താണ്? ഇതൊക്കെ 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ വരാറുള്ളതാണ്. എന്തായാലും നോക്കുക. അതുപോലെ തന്നെ പ്രിപ്പോസിഷൻ എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ ബേസിക്സ് റിസർച്ചിൻ്റെ അതെന്തായാലും നോക്കി വയ്ക്കുക. റിസർച്ച് എന്താണ്, പിന്നെ ഞാൻ പറഞ്ഞു റിസർച്ചിൻ്റെ ഫീച്ചേഴ്സ്, ബിസിനസ് റിസർച്ച്, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ്, ഇതൊക്കെ നോക്കുക. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് 5 മാർക്കിൽ പ്രതീക്ഷിക്കാം. പിന്നെ റിസർച്ചിൻ്റെ പ്രോസസ്സ് നോക്കാൻ പറഞ്ഞു. ഒന്നുകിൽ എസ്സേ അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ പല കാര്യങ്ങളും 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് പറഞ്ഞ വാരിയബിൾസിനെ പറ്റിയിട്ടാണ്. അഗെയിൻ 2 മാർക്സ് ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റിസർച്ച്, ഇതാണ് ടോപ്പിക്. അപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും ചില സമയത്ത് ഇതൊരു എസ്സേക്ക് വരൽ വളരെ കുറവാണ്. 2 മാർക്സ് ആൻഡ് 5 മാർക്സിൻ്റെ ചോദ്യങ്ങളിലാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലുമൊക്കെ കണ്ടുവരാറ്. എസ്പെഷ്യലി 2 മാർക്കിൻ്റെ എന്തായാലും ഇതിലെ ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ച് അതിൽ പല കാറ്റഗറൈസേഷൻ കാണാൻ സാധിക്കും. ഫണ്ടമെൻ്റൽ ആൻഡ് അപ്ലൈഡ്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, കൺസെപ്ച്വൽ ആൻഡ് എംപിരിക്കൽ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് അത് ആ ഒരു ടോപ്പിക്ക്. പിന്നെ റിസർച്ച് ഹൈപ്പോത്തസിസ് നമുക്കതിന് ശേഷം വീണ്ടും കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു 2 മാർക്സിൻ്റെ എന്താണ് ഹൈപ്പോത്തസിസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണാൻ സാധിക്കും. 5 മാർക്കിൻ്റെ വരവ് വളരെ കുറവാണ്. കൂടുതൽ 2 മാർക്കിൻ്റെലാണ് കണ്ടുവന്നിട്ടുള്ളത്. എന്താണ് നൾ ഹൈപ്പോത്തസിസ്, എന്താണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, എന്താണ് ഹൈപ്പോത്തസിസിൻ്റെ കൺസെപ്റ്റ്, ഇതൊക്കെ എന്തായാലും നോക്കി വെക്കണം. 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആണ് കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് നമുക്കിതിൽ ഡിഡക്ഷൻ എന്താണ്, ഇൻഡക്ഷൻ എന്താണ്? 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആണ്. തിയറി, ഇൻഡക്ഷൻ, ഡിഡക്ഷൻ. മിക്ക പേപ്പറിലും ഡിഡക്ഷനും ഇൻഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് ചോദിക്കാറുള്ളതാണ്. 2 മാർക്സിൻ്റെ എന്തായാലും നോക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് നമുക്ക്
ഫസ്റ്റ് മൊഡ്യൂളിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എസ് എന്ന് പറയാൻ മെയിനായിട്ട് റിസർച്ച് പ്രോസസ്സും ടൈപ്സ് ഓഫ് റിസർച്ചും ആണ് വരുന്നത്. ഈ 2 ടോപ്പിക്സും പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും സെപ്പറേറ്റ് 2 and 5 മാർക്സ് ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. റിസർച്ച് എന്താണ്, അതിൻ്റെ ബേസിക്സിൽ ഏതെങ്കിലും ഒരെണ്ണോ നമ്മൾ 5 മാർക്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. റിസർച്ചിൻ്റെ ബേസിക് ചോദ്യങ്ങൾ വളരെ കുറവ് മാത്രമാണ് എക്സാമിന് ഇപ്പം കണ്ടുവന്നിട്ടുള്ളത്. 5 മാർക്കിൻ്റെ ഒരു 2 വർഷം കൂടുമ്പോഴൊക്കെ ഇട്ടാലായി. ബട്ട് ഈ പറഞ്ഞ റിസർച്ച് പ്രോസസ്സും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റിസർച്ചും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരെണ്ണം, അതിൻ്റെ ഉള്ളിലുള്ള പല ടോപ്പിക്സും സെപ്പറേറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇൻഡക്ഷൻ, ഡിഡക്ഷൻ, വാരിയബിൾസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിർബന്ധമായും പഠിച്ചു പോവുക. സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 1. ഇനി മൊഡ്യൂൾ നമ്പർ 2. അപ്പം മൊഡ്യൂൾ നമ്പർ 1 3 പാർട്ടിലും അതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇനി മൊഡ്യൂൾ നമ്പർ 2 റിസർച്ച് ഡിസൈൻ, വലിയൊരു ചാപ്റ്ററാണ്. അതിൽ പിക്ക് ചെയ്ത് പറയുകയാണെങ്കിൽ റിസർച്ച് ഡിസൈൻ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമ്മൾ എന്തായാലും നോക്കി വയ്ക്കണം. റിസർച്ച് ഡിസൈൻ ഫീച്ചേഴ്സ് ഉണ്ട്, ബട്ട് അതിനേക്കാൾ ഉപരി നമുക്ക് ഡിഫറെൻറ്റ് റിസർച്ച് ഡിസൈനൊക്കെ ഉണ്ടെങ്കിലും നമുക്കിതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ താഴെ എടുക്കുന്നുണ്ട്. വാലിഡിറ്റി എന്താണ്, ഇന്റേണൽ വാലിഡിറ്റി എന്താണ്, എക്സ്റ്റേണൽ വാലിഡിറ്റി എന്താണ്, നിർബന്ധമായി നോക്കി വയ്ക്കുക. കൺസ്ട്രക്ട് വാലിഡിറ്റിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നോക്കണം. അതുപോലെ തന്നെ റിലയബിലിറ്റി എന്താണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. വാലിഡിറ്റിയും അതുപോലെ തന്നെ റിലയബിലിറ്റി, ഇതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ 2 മാർക്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാണ് വാരിയബിൾസ് ഇൻ റിസർച്ച്, ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, ഇൻ്റർവെയിനിങ്, മോഡറേറ്റിംഗ്. അപ്പോൾ ഒന്നുകിൽ വാരിയബിൾസിനെ പറ്റിയിട്ട് 2 മാർക്കിൻ്റെയോ അതല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസ് 5 മാർക്കിൻ്റെയോ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ചോദ്യം 2 മാർക്കോ 5 മാർക്കോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് നെക്സ്റ്റ് വരുന്നത് മെഷർമെൻറ്റ് ഇൻ റിസർച്ച്, മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ, ലെവൽ ഓഫ് മെഷർമെൻറ്റ്. 2 മാർക്കോ 5 മാർക്കോ, ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 മാർക്കിൻ്റെ എസ്ഐക്കും വന്നിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോമിനൽ സ്കെയിൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ, ഇതൊക്കെ എന്താണെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഈ പറയുന്ന ലെവൽ ഓഫ് മെഷർമെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 or 10 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇതിൽ മെയിനായിട്ട് അറിയേണ്ടത് പല സ്കെയിൽസ് കാണാൻ സാധിക്കും. അതിൽ ഫാക്ടർ സ്കെയിൽ, റേറ്റിംഗ് സ്കെയിൽ, അതിനേക്കാൾ ഉപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലിക്കേർഡ് സ്കെയിൽ. 2 മാർക്കിൻ്റെ ചോദിക്കാറുള്ളതാണ് ലിക്കേർഡ് സ്കെയിൽ. അതുപോലെ തന്നെ ഡിക്കോട്ടമസ് സ്കെയിൽ, ഇതൊക്കെ എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്യരുത്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽ കേട്ടോ. മൊഡ്യൂൾ നമ്പർ 2 ശരിക്കും പറഞ്ഞാൽ റിസർച്ച് ഡിസൈൻ്റെ ഒരു എസ്സേ ടോപ്പിക്ക് അവിടെ സ്കോപ്പ് ഉള്ളതാണ്. ബട്ട് റിപ്പീറ്റായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നില്ല. മറ്റ് മൊഡ്യൂൾസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് എസ്സേ കിട്ടും. റിസർച്ച് ഡിസൈനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ എന്തായാലും നോക്കി വയ്ക്കുക എന്തെങ്കിലും വന്നാൽ. അതുകൊണ്ട് അതിൻ്റെ താഴെ കിടക്കുന്ന വാലിഡിറ്റി മുതലുള്ള ഏരിയാസിൽ നിന്ന് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, എസ്പെഷ്യലി 2 and 5 മാർക്സ് ക്വസ്റ്റ്യൻസ്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3, ഈസിയസ്റ്റ് ആൻഡ് കൂടുതൽ മാർക്സ് എക്സ്പെക്ട് ചെയ്യുന്നൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 3. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റ കളക്ഷൻ, മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, പ്രൈമറി, സെക്കൻഡറി, എസ്സേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്കിവിടെ കാണാം. ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, ക്വസ്റ്റ്നെയർ, ഷെഡ്യൂൾ, ഇതൊക്കെ കാണാൻ സാധിക്കും. ഇതിൽ ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, ക്വസ്റ്റ്നെയർ, ഷെഡ്യൂൾ, ആദ്യത്തെ ഈ 4 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ സെപ്പറേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഴ്സസ് ഓഫ് ഡാറ്റ അത് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രൈമറി, സെക്കൻഡറി, മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷനിലെ പ്രൈമറി ഡാറ്റ കളക്ഷനിലുള്ള ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, ക്വസ്റ്റ്നെയർ, ഷെഡ്യൂൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ്. പിന്നെ 2 മാർക്കിൻ്റെ സിമുലേഷൻ ചോദിക്കാറുണ്ട്, നോക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒബ്സർവേഷൻ നോക്കണം. അതുപോലെ തന്നെ ഒബ്സർവേഷൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നോക്കണം. സർവേ എന്താണ് 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇൻ്റർവ്യൂ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ട്, നോക്കിയിരിക്കണം. 2 മാർക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂവിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. ക്വസ്റ്റ്നെയർ എന്താണ് എന്തായാലും പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്നെയർ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഡിക്കോട്ടമസ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുണ്ട്.
ഓപ്പൺ എൻഡഡ്, ഡിക്കോട്ടമസ്, ക്ലോസ് എൻഡഡ്, ഇതൊക്കെ എന്താന്നുള്ളത് 2 മാർക്കിനിൽ കണ്ടുവരാറുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഷെഡ്യൂൾ എന്താണ്, ക്വസ്റ്റനെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെക്കൻഡറി ഡാറ്റ എന്താണ്, സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്താണ്, സെക്കൻഡറി ഡാറ്റ എന്താണ്, സോഴ്സസ് ചോദിക്കാം. മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷനിൽ, പ്രൈമറി ഡാറ്റ കളക്ഷനിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ചോദിക്കാം. വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണിത്. നമുക്ക് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാം എക്സാമിന്. ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, ക്വസ്റ്റനെയർ, ഷെഡ്യൂൾ, ഇത് 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രൈമറി സെക്കൻഡറി ഫോക്കസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് 2 മാർക്കിൻ്റെ ചോദ്യം, സാമ്പിളിംഗ് ഡിസൈൻ എന്താണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ വിട്ടുപോയൊരു കാര്യം, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും നമ്മളെ ഡിഫറൻസ് 2 or 5 മാർക്സിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ. സാമ്പിളിംഗ് ഡിസൈൻ എന്താണ്, 2 മാർക്ക്. പോപ്പുലേഷൻ എന്താണ്, 2 മാർക്ക്. സാമ്പിളിംഗ് യൂണിറ്റ് എന്താണ്, 2 മാർക്ക്. സോഴ്സ് ലിസ്റ്റ് എന്താണ്, 2 മാർക്ക്. സൈസ് ഓഫ് സാമ്പിള് 2 മാർക്സ് ചോദ്യം എന്തായാലും പഠിച്ചിരിക്കണം. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിംഗിൽ 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രോബിലിറ്റി ആൻഡ് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എസ്സേ മിക്ക പേപ്പറിലും കാണാറുള്ളതാണ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്, പ്രോബിലിറ്റി ആൻഡ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ്. ദെൻ അതിൻ്റെ ഉള്ളിലുള്ള പല സാമ്പിളിങ്ങും 2 മാർക്കിൻ്റെ സെപ്പറേറ്റും നമുക്ക് പ്രതീക്ഷിക്കാം. അതിലിപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ്, മൾട്ടി സ്റ്റേജ്, ക്ലസ്റ്റർ. ദെൻ കൺവീനിയൻസ്, നോൺ പ്രോബിലിറ്റിയിലെ കൺവീനിയൻസിൻ്റെ ക്വാട്ട 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്. സ്നോബോൾ സാമ്പിളിംഗ്, ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്. അപ്പോൾ ഒന്നുകിൽ എസ്സേക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ പറഞ്ഞ പല സാമ്പിളിങ്ങിലെ ഏതെങ്കിലും 1 or 2 ഒക്കെ 2 മാർക്കിൻ്റെ വരാറുണ്ട്. എസ്പെഷ്യലി ക്വാട്ട, ജഡ്ജ്മെൻറ്റിൽ, ഈ സ്നോബോൾ, ഇതൊക്കെ വരാറുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ മൾട്ടി സ്റ്റേജ്, ക്ലസ്റ്റർ, ഇതൊക്കെ റാൻഡം. അപ്പോൾ ഒരു എസ്സേ ടോപ്പിക്കുമാണ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് 2 മാർക്കിൻ്റെലേക്കുള്ള സ്കോപ്പും ഉണ്ട്. ദെൻ സാമ്പിൾ സൈസ് എന്താണ്, മറ്റൊരു ചോദ്യം 2 മാർക്കിൻ്റെ. സാമ്പിളിംഗ് എറേഴ്സ് എന്താണ്, അതുപോലെ തന്നെ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്താണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ നമ്പർ 3. മൊഡ്യൂൾ നമ്പർ 3യുടെ പ്രത്യേകത ഉള്ള ഏരിയാസ് മുഴുവൻ പഠിക്കുക. ഇതൊക്കെ ചോദ്യങ്ങൾ എക്സാമിന് വരാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസി അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് പഠിച്ച് അവസാനിപ്പിച്ച് നല്ല സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 3. ഡാറ്റ കളക്ഷനോ പ്രോബിലിറ്റി സാമ്പിളിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം എസ്സേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ 2 എണ്ണത്തിലത്തെ പല ചോദ്യങ്ങളും പല കാര്യങ്ങളും 2 മാർക്ക് 5 മാർക്കിൻ്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ നോക്കുക, ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 3. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4, ഡാറ്റ പ്രോസസ്സിംഗ്. കഴിഞ്ഞ പ്രാവശ്യം എസ്സേ ചോദിച്ചതാണ്. ഡാറ്റ പ്രോസസ്സിങ്ങിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ എസ്സേക്ക് വന്നിട്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ എക്സ്പ്ലെയിൻ ഡാറ്റ പ്രോസസ്സിങ്, അതൊരു എസ്സേക്ക് വേണമെങ്കിൽ ചോദിക്കാം. ദെൻ അത് മാത്രമല്ല പ്രോസസ്സിംഗ് സ്റ്റേജിൽ എഡിറ്റിംഗ് എന്താണ്, കോഡിങ് എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദിക്കാം. പിന്നെ എസ്സേക്കുള്ളൊരു അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ എന്താണ്, 2 മാർക്കിൻ്റെ ചോദിക്കാറുണ്ട്. ടാബുലേഷൻ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് 5 മാർക്കിൻ്റെ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ടാബുലേഷൻ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ പല ഗ്രാഫ്സും കാര്യങ്ങളൊക്കെ കാണാം. അതിൽ ചിലപ്പോൾ ബാർ ഡയഗ്രാമോ അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ 2 മാർക്കിൻ്റെ ചിലപ്പോൾ വരാറുണ്ട്. ആ രീതിയിൽ മാത്രം നോക്കാം. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടൈപ്സ് ഓഫ് അനാലിസിസ് ആണ്. അതിൽ ഡിസ്ക്രിപ്റ്റീവ്, അതിൽ യൂണിവേരിയറ്റ് അനാലിസിസ്, ബൈവേരിയറ്റ്, മൾട്ടിവേരിയറ്റ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ഏതെങ്കിലും പ്രതീക്ഷിക്കാം. പിന്നെ ഫാക്ടർ അനാലിസിസ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. ക്ലസ്റ്റർ അനാലിസിസ് എന്താണ്, അതുപോലെ ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്താണ്, 2 മാർക്ക്. ഈ പറഞ്ഞ ഏരിയാസൊക്കെ നമ്മൾ തിയറിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. 2 മാർക്സ് ചോദ്യങ്ങളിൽ സാധാരണ കണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് പല പ്രോബ്ലംസ് ഒക്കെ കാണാൻ സാധിക്കും. അതൊന്നും അങ്ങനെ വരാറില്ല. ഹൈപ്പോത്തസിസ് എന്താണ് എന്നുള്ളത് പഠിച്ചിരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞാണ്. നള്ള്, ഓൾട്ടർനേറ്റീവ്, പിന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്താണ്, ടൈപ്പ് 1 എറർ എന്താണ്, ടൈപ്പ് 2 എറർ എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ നോക്കണം. ടെസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ്, പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം നോക്കിയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ
ഈ ഇൻറ്റർപ്രിട്ടേഷൻ എന്താണ് 2 മാർക്സിൻ്റെ നോക്കണം. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 4-ലെ ഡാറ്റ പ്രോസസ്സിങ്ങിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം എസ്സേക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടാബുലേഷൻ, ക്ലാസിഫിക്കേഷൻ, അതൊക്കെ കോഡിങ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൈപ്പോത്തസിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് 2 മാർക്സിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പിന്നെ പാരാമെട്രിക് ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. 2 മാർക്സിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്നുള്ളൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള പ്രോബ്ലംസ് നോക്കി നേരം കളയരുത് കേട്ടോ. സാധാരണ പ്രോബ്ലംസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ ഏരിയയിലോട്ടാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഡാറ്റ പ്രോസസ്സിങ് എന്താണ്, വാട്ട് ആർ ദി കോമ്പോണൻറ്റ്സ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ്, ഇതൊരു എസ്സേ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. മൂവിങ് ടു അവർ ലാസ്റ്റ് ടോപ്പിക് വരുന്നത് റിസർച്ച് റിപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള കാര്യമാണ്. റിസർച്ച് റിപ്പോർട്ട് 5th ചാപ്റ്ററിൻ്റെ പ്രത്യേകത, ചെറിയ ചാപ്റ്ററാണ്. എന്തായാലും അതിൽ നിന്ന് ഒരു എസ്സേ ഉണ്ടാവും, 2 മാർക്സ് ചോദ്യം ഉണ്ടായിരിക്കും, 5 മാർക്സിൻ്റെ ചോദ്യം ഉണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിസർച്ച് റിപ്പോർട്ട് എന്താണ്, 2 മാർക്സ് ചോദ്യം, അതിൻ്റെ നിർബന്ധമായി നോക്കി വയ്ക്കണം. പിന്നെ നീഡുണ്ട്, ഫങ്ഷൻസ് ഉണ്ട്, പിന്നെ ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൽ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ടെക്നിക്കൽ ഉണ്ട്, പോപ്പുലർ ഉണ്ട്, പലതരത്തിലുള്ള ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും പിന്നെ പലതരത്തിലുള്ള റിപ്പോർട്ട് കാണാൻ സാധിക്കും. അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എസ്സേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. എസ്സേക്ക് പലപ്പോഴും വരാറുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 3 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറിലും ഉണ്ട്. വാട്ട് ഈസ് റിസർച്ച് റിപ്പോർട്ട്, ടൈപ്സ് ഓഫ് റിപ്പോർട്ട്, ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എസ്സേ വന്നേ. അപ്പോൾ ഇപ്രാവശ്യത്തിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് പ്രതീക്ഷിക്കാം. നിർബന്ധമായി നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ അതിൽ കോംപ്രിഹെൻഷൻ എന്താണ്, റീഡബിലിറ്റി, ടോൺ, ഇതിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഫോമാറ്റ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് നിർബന്ധമായി നോക്കുക. എത്തിക്സ് ഇൻ റിസർച്ച് നോക്കി വയ്ക്കണം. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ചാപ്റ്ററിലുള്ള ഏരിയാസ് വളരെ കുറവാണ്, ഉള്ളത് മുഴുവൻ നോക്കാം. ഒക്കെ വരാറുണ്ട്. റിസർച്ച് റിപ്പോർട്ട്, ടൈപ്സ്, ഫോമാറ്റ്, അതിൻ്റെ കണ്ടൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ബിബ്ലിയോഗ്രഫി എന്താണ്, അപ്പൻഡിക്സ് എന്താണ്, ഇതൊക്കെ നോക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാനുള്ളത്. അപ്പോൾ എസ്സേയുടെ കേസിലോട്ട് കുട്ടികൾ എപ്പോഴും ചോദിക്കാറുണ്ട് 4 എസ്സേ. അപ്പോൾ 4 എസ്സേ നമുക്ക് 4 മൊഡ്യൂൾസിൽ നിന്ന് പ്രതീക്ഷിക്കാം. അത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഞാൻ പറഞ്ഞ മൊഡ്യൂൾ നമ്പർ 3-ൽ ഡാറ്റ കളക്ഷനെ പറ്റിയുള്ള ചോദ്യമോ അല്ലെങ്കിൽ സാമ്പിളിങ്ങോ ഒരെണ്ണം വരാറുണ്ട്. റിസർച്ച് റിപ്പോർട്ട് എപ്പോഴും വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഡാറ്റ പ്രോസസ്സിങ് വന്നു. പിന്നെ മൊഡ്യൂൾ നമ്പർ 2-ൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു എസ്സേ ചോദിച്ചത്. റിസർച്ച് ഡിസൈൻ എന്താണ്, അതിൻ്റെ കണ്ടൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മൊഡ്യൂൾ നമ്പർ 2-ലത്തെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം എസ്സേ ഇട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാം വേണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ എസ്സേ അതുകൊണ്ട് തന്നെ നമ്മളൊരു 2 മൊഡ്യൂൾ നോക്കിയാൽ തന്നെ അതിലേതെങ്കിലും കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളെ മൊഡ്യൂൾ നമ്പർ 3-ഉം 5-ഉം ആദ്യം പഠിച്ച് അവസാനിപ്പിക്കുക. അതിനുശേഷം മൊഡ്യൂൾ നമ്പർ 1, പിന്നെ 2, 4 ആ രീതിയിൽ പഠിക്കുക. അപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്താൽ ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നൊരു സബ്ജക്റ്റാണിത്. ബട്ട് ഒരുപാട് വായിക്കാനുണ്ട്. ബട്ട് സ്മാർട്ട് സ്റ്റഡി നടത്തിയാൽ കുറച്ച് സമയം പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ അവിടെ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് ആണ് അവൈലബിൾ ആവുക കേട്ടോ. റെക്കോർഡഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.